കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നല്ല ഈ സമയം നാം തിരുവനന്തപുരം മുമ്പാകെ ഇരിക്കുകയാണ്. ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മെ സൗഖ്യമാകട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ക്ഷീണങ്ങൾ മാറ്റട്ടെ, നിരാശകൾ മാറ്റി നമുക്ക് പ്രത്യാശ തരട്ടെ. ഈ ഭൂമിയിലുള്ള ആശ്രയങ്ങളെല്ലാം മാറ്റി ക്രിസ്തുവിലുള്ള ആശ്രയത്തിലേക്ക് നമ്മളെ തിരുവചനം ഈ ശുശ്രൂഷ നയിക്കട്ടെ. ഞാൻ മുന്നമേ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. ആര്? യേശു. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പിന്നെയും കർത്താവ് പള്ളിയിൽ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നത്? യേശു പള്ളിയിൽ പോകുക, അത് സാധാരണ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യഹൂദന്മാര് പള്ളികളിൽ പോകും, അല്ലേ? പള്ളിയിൽ പോകും. യേശു പോയി. പിന്നെ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ എഴുതിയത്? യേശു പിന്നെയും പള്ളിയിൽ പോയി എന്ന്. യേശു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുമോ? ആരും പ്രത്യേകിച്ചൊന്നും പറയാറില്ല. പിന്നെയും സ്കൂളിൽ പോയി, പിന്നെയും കോളേജിൽ പോയി, അങ്ങനെ പറയാറില്ല സാധാരണ. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശമോ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തോട് ചേർത്തോ അങ്ങനെ പറയത്തുള്ളൂ. ഉണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്. എന്താണത്? നമുക്ക് നോക്കാം. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. എന്തിനാണ് യേശു പള്ളിയിൽ ചെന്നത്? യേശുവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്താണ്? അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്തോത്രം. അത് പറയാൻ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എന്താണെന്നറിയാമോ? കുറവുള്ള ഒരാൾ ആ പള്ളിയിലുണ്ടായിരുന്നു. അവനെ കാണാൻ യേശു പിന്നെയും ചെന്നു. കർത്താവിന് സ്തോത്രം. പോരായ്മയുള്ള ഒരാൾ പള്ളിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ യേശു ചെന്നു. ഈ വാക്ക് നമുക്ക് പ്രത്യാശ തരുന്നില്ലേ? ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. പലതിലും പല കുറവുകളുള്ളവരുണ്ട്, ഇല്ലേ? ഒത്തിരി കുറവുകളുള്ള ചിലരുണ്ട്, എന്നാൽ കുറച്ചെങ്കിലും കുറവുകളുള്ള അനേകരുണ്ട്. ഉണ്ട്. നാം ഓരോരുത്തരും ഒന്നിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനെ കാണാനാണ് പള്ളിയിൽ ചെന്നത്. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചാൽ തെറ്റില്ലല്ലോ. കർത്താവിന് സ്തോത്രം. അതെ, നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ഉടയവനായ ദൈവമുണ്ട്. ആ സർവശക്തനായ ദൈവം ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോവുകയാണ്, ഇല്ലേ? ദൈവം എവിടെയുണ്ട്? അവിടെയുണ്ടോ? അപ്പുറയുണ്ടോ? ഇവിടെയുണ്ടോ? ഈ പൊക്കം കൂടിയ സ്ഥലത്ത് അല്ലെ താഴ്വാരത്തിലെ എവിടെയൊക്കെ ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യൻ നടക്കുകയാണ്. നടന്നും ഓടി നടക്കുകയാണ്. പണം ചെലവഴിച്ച് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ. എന്നാൽ ഇവിടെ നാം കാണുന്നത് മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവം. അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. മനുഷ്യനെ എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ പോരാ, പോരായ്മകളുള്ളവരെ, കുറവുകളുള്ളവരെ, ബലഹീനതകളുള്ളവരെ, ഒന്നും അഭിമാനിക്കാൻ ജീവിതത്തിൽ ഇല്ലാതെ, ഒന്നിലേക്ക് നോക്കിയിട്ട് ആശ്വസിക്കാനില്ലാത്തവരെ, കുറവുകൾ ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ അനേക കുറവുകളും പോരായ്മകളും ജീവിതത്തിൽ കണ്ട് അപകർഷതാബോധത്താൽ തലകുമ്പിട്ട് നടക്കുന്നവരെ സ്നേഹിച്ച് അവരെ തേടി വരുന്ന നിസ്തുല സ്നേഹമാണ് യേശു ക്രിസ്തു. യേശു ജീവിക്കുന്നു. യേശു പള്ളിയിൽ പിന്നെയും ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ യേശു ഒരു സ്ഥലത്ത്, അതേ സ്ഥലത്ത് വരണ്ട കൈയുള്ള മനുഷ്യൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശു ഉള്ള സ്ഥലത്ത് പോകണം. യേശു ഉള്ള സ്ഥലത്ത് എന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. യേശു ഉള്ളിടത്ത് എന്നാൽ നിങ്ങൾക്ക് വചനം കിട്ടും. യേശു ഉള്ളിടത്ത് എന്നാൽ സൗഖ്യവും കിട്ടും. യേശു ഉള്ളിടത്ത് എന്നാൽ എല്ലാം കിട്ടും. ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ളിടത്ത് എന്നാൽ രക്ഷ കിട്ടും. യേശു ഉള്ളിടത്ത് എന്നാൽ നിത്യജീവന്റെ അവകാശം കിട്ടും. കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അങ്ങ് പോയി എന്നുള്ളതും കിട്ടുമെന്നല്ല, പക്ഷേ അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ യേശു ഇല്ലാത്തടത്ത് എത്ര കാലം നടന്നാലും ഇതൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കർത്താവിന് സ്തോത്രം. യേശു ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഓടിയും നടന്നും എല്ലാം ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. കുറച്ച് സമയം നഷ്ടപ്പെടുമെന്ന് മാത്രം. എന്നാൽ യേശുള്ള സ്ഥലം, യേശു അവനെ അന്വേഷിച്ചു വന്നു. യേശുവിന്റെ അരികിലേക്ക് അവൻ പോയില്ല, എന്നാൽ യേശു അവനെ അന്വേഷിച്ചു വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ചിലരെല്ലാം നിരാശപ്പെട്ട്, തളർന്ന്, വാടി, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, നടന്നു വന്ന വഴികളിലേക്ക് നോക്കി സങ്കടപ്പെട്ടും നെടുവേർപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്നവരാണോ? നിങ്ങളെ തള്ളിക്കളയുന്നവനല്ല എൻ്റെ യേശു. നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരുന്നവനാണ് യേശു. ഈ സമയം പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിലൂടെ യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. യേശു നിങ്ങളെ സന്ദർശിക്കുകയാണ്. മോനെ, മോളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു.
അവിടെ വരണ്ട കൈയുള്ള മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വരൾച്ച എവിടെയാണ്? ഇവിടെ ഈ മനുഷ്യന് ഒരു കൈ വരണ്ടിരിക്കുന്നു. ഒരു കൈ നന്നായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ ഒരു കൈ ഇങ്ങനെ വരണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാം. ചിലപ്പോൾ കൈപ്പത്തിയാണോ, അതെയോ ഇവിടം വരെയാണോ, അതോ തോള് വരെ വരണ്ടു പോയോ, നമുക്ക് അറിയില്ല. അങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ, വരൾച്ച പല അളവിലായിരിക്കാം. കർത്താവിന് സ്തോത്രം. ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വരൾച്ചയുള്ളവരുണ്ട്. പല നിലവാരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ജപ്തിയെ മാർഗമുള്ളൂ. ജപ്തി ചെയ്താൽ പോലും കേസ് തീരുകയില്ല. അത്രമാത്രം കടബാധ്യതയിൽ വലയുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലതും അറിയുന്നില്ലെങ്കിലും എത്രയോ പേരാണ് ഈ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. എത്രയോ ആളുകൾ പീസ് മൗണ്ട് മിനിസ്ട്രിയുടെ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രെയർ വാരിയേഴ്സ് ടീമും പ്രെയർ ഡെസ്കും അവരെല്ലാം ചേർന്ന് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരാൾ വിളിച്ചാൽ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. കർത്താവിന് സ്തോത്രം. അത് ഇന്ന സമയം എന്നല്ല, സമയഭേദമന്യേ ആര് വിളിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അനേകർ നിരാശയിലൂടെ കടന്നു പോകുന്നു, ഭാരത്തിലൂടെ കടന്നു പോകുന്നു, സങ്കടത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധം, അവർക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു പരിഹാരം കിട്ടാത്ത വിധം വലഞ്ഞു കഴിയുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ അവരെ തേടി ഒരു പരിഹാരകൻ വരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? കടബാധയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ തേടി ഇതാ അവന്റെ കടം മുഴുവൻ വീട്ടുവാൻ തക്കവണ്ണം കഴിവും അധികാരമുള്ള ഒരാൾ അവനെ തേടി, ഇങ്ങനെ ഒരു കടബാധയുള്ള മനുഷ്യൻ ഇവിടെ ഉണ്ടോ എന്ന് തേടി ആ നാട്ടിൽ വന്ന് അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവനോട് പറയുക, മോനെ നിന്റെ കടം മുഴുവൻ ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു വലിയ അത്ഭുതമാണ്, അത് എന്തൊരു വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. അങ്ങനെ ഓരോന്നും, അത് ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അത് രോഗമാകാം, പ്രതിസന്ധികളാകാം, പ്രശ്നങ്ങളാകാം, കഷ്ടപ്പാടുകളാകാം, ഞെരുക്കങ്ങളാകാം, അങ്ങനെ നൂറ് വിഷയങ്ങളാകാം, കുടുംബത്തിലെ അസ്വസ്ഥതകളാകാം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലുള്ളതായ ചില ഉലച്ചിലുകളാകാം, ഭാര്യയും ഭർത്താവും നിന്നുള്ള സ്നേഹബന്ധത്തിൽ ചില കണ്ണികൾ പൊട്ടിപ്പോയതാകാം. നൂറ് വിഷയങ്ങൾ, നൂറ് വിഷയങ്ങൾ. എന്നാൽ ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരകൻ 100 പേരില്ല, ഒരാളേ ഉള്ളൂ. ആരാണത്? യേശുക്രിസ്തു. സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്, പരിഹാരമാണ്. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത എന്ത് വിഷയമുണ്ട്? എന്ത് വരൾച്ചയുമാകട്ടെ, നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അല്ല, നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു വിളി കിട്ടിയാൽ, ഒരുപക്ഷെ അതൊരു നോട്ടീസ് മുഖാന്തരമാകാം, യൂട്യൂബ് ചാനലിലൂടെ വന്ന ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് മുഖാന്തരമാകാം, ആരെങ്കിലും നിങ്ങളെ വിളിച്ചത് മുഖാന്തരമാകാം, എങ്ങനെയും ആകട്ടെ, ഒരു വിളി ലഭിച്ചാൽ അത് തട്ടിക്കളയരുത്. വിളി ലഭിച്ചാൽ അത് തൊഴിച്ചു കളയരുത്. അങ്ങനെ കളയുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് വിളിച്ചിട്ട് പോകാനല്ല പ്രിയരെ യേശു നിങ്ങളെ വിളിക്കുന്നത്. യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ക്ഷേമം അന്വേഷിച്ച് പോകാനല്ല യേശു വരുന്നത്. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളും വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം യേശു ഏറ്റെടുത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം യേശു ഏറ്റെടുത്ത് അതിന് പരിഹാരം തരാനാണ് യേശു വരുന്നത്. നീക്കുപോക്ക് തരാനാണ് യേശു വരുന്നത്. അതിന് പോക്കുവഴി തരാനാണ് യേശു വരുന്നത്. നിങ്ങളെ തന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കാനാണ് യേശു വരുന്നത്. ഈ സമാധാനം നിങ്ങൾക്ക് വേണമോ? യേശുവിലേക്ക് വരിക. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവൻ കുറെ കാലങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പള്ളിയിൽ വരുന്നുണ്ട്, ആരാധനാ സ്ഥലത്ത് വരുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നിടത്തും ധ്യാനിക്കുന്നിടത്തും വരുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ മാറ്റമില്ല, വരൾച്ച മാറുന്നില്ല. നാളുകളായി ആരാധനയിൽ പങ്കെടുക്കുന്നു, നാളുകളായി ദൈവാലയത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, നാളുകളായി പല കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിതത്തിൽ വരൾച്ച മാറാത്തവരാരെങ്കിലും ഉണ്ടോ? വരൾച്ച മാറാത്തവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തികമായ വരൾച്ച മാറാത്തവര്, സമാധാനത്തിന്റെ വരൾച്ച മാറാത്തവര്, ഐക്യത്തിന്റെ വരൾച്ച മാറാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തേടി യേശു നിങ്ങളുടെ അരിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഈ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമാവുന്ന ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വന്നിരിക്കുന്നു. ഈ നല്ല സമയം നാം എന്ത് ചെയ്യണം?
യേശു നമ്മുടെ വരൾച്ച മാറ്റാൻ ശക്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ വിഷയത്തെ ആസ്പദമാക്കി തുടർന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം, വിശദമായി സംസാരിക്കാം. ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ അന്വേഷിച്ച് യേശു വന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു, അവരെന്താണ് സംഭവിച്ചത്, അവൻ വരൾച്ചയോടുകൂടി പോയോ, അവൻ്റെ വരൾച്ച മാറിയോ, ഇങ്ങനെ ഒരുപടി കാര്യങ്ങൾ ഈ മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ, ഒരല്പസമയം മാറ്റിവെച്ചാൽ, എന്നും രാവിലെ 5:30 ഫോർ മൈ ജീസസ് എന്ന ഈ ചാനലിലൂടെ ദൈവവചനം പറയുന്നുണ്ട്, ദൈവവചനം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, ആർക്കും കേൾക്കാം. വളരെ ലളിതമായി ജീവിതഗന്ധിയായ കർത്താവിന് സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൻ്റെ മണമുള്ളതായ കാര്യങ്ങൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ പറയുന്നത്. ഏതെങ്കിലും പഠനമല്ല, പണ്ഡിതോചിതമായി പറയുകയല്ല. വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ജീവിത സാക്ഷ്യങ്ങളോട് ബന്ധപ്പെടുത്തി യേശു ക്രിസ്തുവിന്റെ വചനം പറയുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ലളിതമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരുന്നൊരു യേശുവുണ്ട്. നിങ്ങളുടെ കുറവുകൾ കണ്ടിട്ടും ആ കുറവ് പരിഹരിക്കാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നൊരു യേശുവുണ്ട്. എന്തെല്ലാമാണ് നിങ്ങളുടെ കുറവുകൾ? പറയൂ യേശുവിനോട്. തുറക്കൂ ഹൃദയം, തുറക്കൂ നിങ്ങളുടെ മനസ്സ്, തുറക്കൂ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മണ്ഡലങ്ങൾ. എല്ലാം തുറന്നു പറയാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. എല്ലാം തുറന്നു പറഞ്ഞാൽ അത് ക്ഷമയോടെ കേൾക്കുന്ന ഒരു യേശുവുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞാൽ അത് ആർദ്രതയോടെ കേൾക്കുന്ന ഒരു യേശുവുണ്ട്. യേശു പരിഹാരം തരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത്. ഒരു കാലത്തൊന്നുമില്ലാത്തവനായി നിരാശപ്പെട്ട് തലകുമ്പിട്ട് ഞാനിങ്ങനെ ജനിച്ചു പോയല്ലോ എന്നോർത്ത് ഞാൻ നിരാശപ്പെട്ടവനായിരുന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ എൻ്റെ യേശു എൻ്റെ അരികിലേക്ക് വന്നു. മോനെ, നിന്റെ ജീവിതം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അന്ന് മറത്ത് പറയാതെ, നാഥ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നെന്ന് പറയാൻ ആഴങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടല്ല, ആഴത്തൊന്നും ഓർത്തിട്ടല്ല, ഞാൻ കൊടുത്തു യേശുവിൻ്റെ കരങ്ങളിലേക്ക്. എൻ്റെ യേശു തൻ്റെ ഉള്ളകരങ്ങൾ എൻ്റെ ജീവിതം വഹിച്ചു, ഏറ്റെടുത്തു. ഇന്ന് വരെയും വിശ്വസ്തനായ എൻ്റെ യേശു നിന്നു. എനിക്ക് പറയാൻ കഴിയും, ഞാൻ അവിശ്വസ്തനായിട്ടുണ്ട്, ഞാൻ വാക്ക് പറഞ്ഞ് മാറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ യേശു വിശ്വസ്തനായിരുന്നു. എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ കർത്താവ് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം പാലിച്ചു. ഞാൻ എൻ്റെ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നു. എനിക്ക് എൻ്റെ യേശുവിനോട് പ്രിയമാണ്. എൻ്റെ യേശുവിനോട് എനിക്ക് വളരെ സ്നേഹമാണ്. എൻ്റെ യേശുവാണ് എൻ്റെ സ്വത്ത്, യേശുവാണ് എൻ്റെ ബലം, യേശുവാണ് എൻ്റെ ധൈര്യം, യേശുവാണ് എൻ്റെ എല്ലാം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബമായി ഞങ്ങൾ യേശുവിനെ അനുഭവിക്കുന്നു. 4 തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ, ഒരു കുടക്കീഴിൽ, ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ഉയർത്തുന്നു, യേശുവിനെ സാക്ഷിക്കുന്നു, യേശുവിന് വേല ചെയ്യുന്നു, യേശുവിന് വചനം പറയുന്നു. ഈ നല്ല കർത്താവിനെ വേണമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കൂ. നാഥ, ഇന്ന് മുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കും. എൻ്റെ വരൾച്ചകൾ മാറ്റണമേ, എൻ്റെ കുറവുകൾ മാറ്റണമേ, എൻ്റെ പോരായ്മകൾ പരിഹരിക്കണമേ. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.